ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മംഗലാപുരത്ത് നിന്ന് ജോഗ് ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. അതിമനോഹരമായിട്ടുള്ള കൊങ്കൺ അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സ് ആ ഒരു ഏരിയ കൂടിയാണ് നമ്മൾ ജോഗ് ഫോൾസിലേക്ക് പോകുന്നത്. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 200 കിലോമീറ്ററോളം ദൂരമുണ്ട് ജോഗ് ഫോൾസിലേക്ക്. നിരവധി പാലങ്ങളും അതുപോലെ തന്നെ കടൽ തീരത്ത് കൂടിയൊക്കെയുള്ള ഈ ഒരു മനോഹര യാത്ര വളരെ രസകരമാണ്. കേരളം പോലെ തന്നെ തോന്നിക്കുന്ന കർണാടകത്തിലെ ഈ ഒരു പ്രദേശം കണ്ണിന് കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ്. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള മഴവാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചാണിത്. വളരെ കണ്ണിന് ചേതോഹരമായിട്ടുള്ള അടിപൊളി ഒരു ബീച്ചാണിത്. നമ്മളങ്ങനെ കൊങ്കൺ റീജിയനിൽ കൂടെ തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കൊങ്കൺ മലനിരകളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇത് ഒരു അടിപൊളി ട്രിപ്പാണ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇവിടുന്ന് നമ്മളെ ജോഗ് ഫോൾ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വാട്ടർഫോൾ എന്ന് പറയുന്നത് ഞങ്ങളുടെക്കുള്ള ഒരു യാത്രയിലാണ്. ഞങ്ങളുടെ ഓസ്ട്രേലിയയിലൊക്കെ ഭയങ്കര വാട്ടർഫോൾ ഉണ്ടെന്നും പറഞ്ഞാൽ നമ്മൾ പോകും. ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആകെപ്പാടെ ഒരു ബക്കറ്റിനകത്ത് വെള്ളം ഒഴിക്കാൻ പാകമുള്ള ഇതിനാണ് സായിപ്പ് അവിടെ ഭയങ്കര ഫോളാന്ന് പറഞ്ഞ് എഴുതി വെച്ചത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ജോഗ് ഫോളൊക്കെ നല്ല അടിപൊളിയാണ്. ജോഗ് ഫോൾ ഒരു 2 മലനിരകൾക്ക് അകത്തൂടെ വെള്ളം വരുന്നതാണ്. 2 മലയിലായിട്ടാണ് അതിന് സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത്. അതിന്റെ പല ആംഗിളിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. വളരെ രസകരമാണ്. ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയമാണ്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. അപ്പൊ ഒരു വളരെ അവിടെ ചെല്ലുമ്പോ വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലം. നമ്മള് ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുക. അത് കൂടാതെ ഈ മലനിരകളിൽ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ്. നമ്മള് കൊങ്കൺ ട്രെയിനിൽ പോയിരുന്നാലും ഭയങ്കര രസമാണ്. ഫർദർ നമ്മള് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഗോകർണ എന്ന് പറയുന്ന സ്ഥലത്തും. ഗോകർണ ഒരു വളരെ നല്ല ഒരു ബീച്ച് സിറ്റിയാണ്. അത് കഴിഞ്ഞാൽ ഫർദർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാർവാർ, ഗോവ. ഗോവ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 150 കിലോമീറ്റേഴ്സ് കൂടെ ഉള്ളൂ ഗോവയിലേക്ക്. ഇതിന്റെ ഇടയ്ക്കുള്ള രസകരമായ ഒരു ഡൈവേർഷനാണ് ജോഗ് ഫോളിലേക്ക്. പിന്നെ ഇതിനടുത്ത് വെച്ചുള്ള വേറൊരു സ്ഥലമാണ് മുരുദേശ്വറിൽ ഒരു ശിവ ടെമ്പിൾ കടലിന്റെ തീരത്ത് വളരെ. നമ്മൾ ഇന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ നമ്മളവിടെ പോകുന്നുണ്ട്. നമ്മളവിടെ പോയിട്ട് അതില് ശിവ ടെമ്പിളിൽ പോയി ശിവ മൂർത്തി സൺസെറ്റ് കണ്ടിട്ട് ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടെയുണ്ട്, യാന കേവ്സ് എന്ന് പറയുന്നത്. അത് ഒരു റോക്ക് ഫോർമേഷൻസ് ആണ്. പല ആംഗിളിലും പല ആകൃതിയിലുള്ള റോക്ക് ഫോർമേഷൻസ് ആണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 3-4 കിലോമീറ്റേഴ്സ് ട്രക്ക് ചെയ്ത് പോകണം മുകളിലേക്ക്, മലനിരകൾ കയറണം. അപ്പോൾ അത് തന്നെ ഒരു വളരെ നല്ല രസകരമായ ഒരു അനുഭവമാണ്. പക്ഷെ നമുക്ക് കുറച്ച് സമയം വേണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് യാന കേവ്സ് പ്ലസ് ഗോവ ഒരു സെപ്പറേറ്റ് ട്രിപ്പ് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അടുത്ത അവധിക്ക് ഞാൻ വന്നേക്കാം. അപ്പോ ഗൈസ്, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു രസകരമായ ഒരു അനുഭവം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സമർപ്പിക്കുന്നു. റെക്കോർഡഡ് ബൈ സോജൻ തോമസ്.
ഓസ്ട്രേലിയൻ മല്ലു ട്രാവലർ. ഒരു രക്ഷയില്ല കേട്ടോ, അളിയനെ കൊണ്ട് ഒരു രക്ഷയില്ല. അളിയൻ നമ്മുടെ പണി കളയുന്നാ തോന്നുന്നത്. നല്ലതായിട്ട് വ്ളോഗൊക്കെ ചെയ്ത് 2 ദിവസമായിട്ട് ഞാൻ അളിയൻ ഈ പറയുന്നൊക്കെ ഒന്ന് കേട്ട് പഠിക്കുകയാണ്. അങ്ങനെയൊക്കെ പോകുന്നു ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. ഈ പോകുന്ന റൂട്ടിന് അയ്യോ, പാലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീളത്തിലുള്ള വലിയ മാസീവായിട്ടുള്ള വലിയ പാലങ്ങളും അതുപോലെ തന്നെ ബീച്ച്, അതുപോലെ ഇതുപോലത്തെ പുഴകള്. ഇതിന്റെ ഒരു നീളം കണ്ടോ, ആ പാലത്തിന്റെ ഒരു നീളം കണ്ടോ, വലിയ ഇതുപോലെയുള്ള പാലങ്ങളും പുഴകളും ഒക്കെ ആയിട്ടുള്ള നല്ല രസമാണ് ഇതിലുള്ള പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇപ്പൊ മംഗലാപുരത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ഗോവയ്ക്കൊക്കെ പോയിട്ടുള്ളവർക്ക് ഈ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയായിട്ടുള്ള, ഇപ്പൊ ഇതുപോലെ ഒരു ദിവസം കൂടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, നല്ല ഭംഗിയായിട്ടുള്ള ഒരു റൂട്ടാണിത്. അപ്പൊ നമ്മള് മംഗലാപുരത്ത് നിന്ന് ഹൊനാവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ജോഗ് ഫോൾസിന് തിരിയുന്നത്. ഇവിടുന്ന് 61 കിലോമീറ്റർ ആണ് ഇതോട്ടോ ജോഗ് ഫോൾസ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് മാറി നമ്മുടെ കർണാടകയുടെ ഉൾഗ്രാമങ്ങളിൽ കൂടിയാണ്. ഇനിയൊരു തൂക്കുപാലം കണ്ടാലോ. നമ്മുടെ ശരാവതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവറുണ്ട്. ശരാവതി റിവറിൻ്റെ പൊക്കത്തിൽ കൂടെയുള്ള ഒരു ബ്രിഡ്ജാണ്. നോക്കിയേ, ഇതിൻ്റെ ഒരു മനോഹാരിത നോക്കി. അങ്ങനെ ശരാവതി റിവറിൻ്റെ മുകളിലൂടെയുള്ള പാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി മുകളിലേക്ക് കയറ്റം കയറുകയാണ്. ഈ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കുറച്ച് വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ദാ ഈ കാണുന്നത് ജോഗ് ഫോൾസിന് പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി വാട്ടർഫോളാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി. അങ്ങനെ ആ വാട്ടർഫോളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നല്ല അടിപൊളി ഒരു കാടിനകത്തുകൂടിയാണ് മുകളിലേക്കുള്ള സഞ്ചാരം കേട്ടോ. നല്ല രസമാണ്. പോകും വഴി കണ്ട ഒരു ലുക്കൗട്ടാണ് ദേ ഈ കാണുന്നത്. താഴെ നമുക്ക് ശരാവതി റിവർ ഇങ്ങനെ കാണാം. ജോഗ് ഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ഈ ശരാവതി റിവറിൽ തന്നെയാണ്. അത് അവിടുന്ന് ഒഴുകി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് താഴെ കാണുന്നത്. തന്നെയുമല്ല ഈ ഒരു പ്രദേശം ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടിയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുവാനായിട്ട്. നല്ല രസമുള്ള കാഴ്ചകൾ. ഗൈസ്, അങ്ങനെ നമ്മളത് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ജോഗ് ഫോൾസ് വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, 830 അടിയാണ് ഇതിൻ്റെ വാട്ടർഫോളിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡാണിത്. അപ്പുറത്തെ സൈഡ് ഇത് ആ കാണുന്നതാണ് കേട്ടോ. അവിടെ ഇതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാലാണ് അതിൻ്റെ കറക്റ്റ് ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ വാട്ടർഫോളാണ്. അത്യാവശ്യം വെള്ളമുണ്ട്. ഇതിലും വെള്ളം കുറവുള്ള സമയമുണ്ട്, ഇതിൽ വെള്ളം കൂടുതലുള്ള സമയങ്ങളുണ്ട്. അതായത് ഇതൊരു നയനമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതായത്
അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്തത് നമ്മൾ ആ വാട്ടർഫോളിൻ്റെ അടുത്ത നേരത്തെ ഞാൻ കാണിച്ച ആ സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു പാലമുണ്ട്. അതുപോലെ തന്നെ ഈ ശരാവതി റിവറിൻ്റെ മുകളിലൂടെയുള്ള ഒരു പാലമാണ്. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നല്ലൊരു ഡാം സൈറ്റും ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നിപ്പം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഈ ഒരു പാലത്തിലൂടെയുള്ള ഈ ഒരു യാത്ര അതിമനോഹരമാണ്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും നല്ല രസമാണ്. ഈ വെള്ളമാണ് അങ്ങോട്ട് ചെന്നിട്ട് ജോഗ് ഫോൾസ് ആയിട്ട് മാറുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതുള്ളത് കൊണ്ട് ഇവിടെ അത്രയൊരു വൃത്തിയായിട്ട് കാണുന്നില്ല. പക്ഷേ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളുണ്ട്. കുറച്ച് പട്ടികളും കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് നമ്മളിത് ജോഗ് ഫോൾസിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എത്ര മനോഹരമാണ് ഈ കാഴ്ചകളൊന്നൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ജോഗ് ഫോൾ കാണണമെങ്കിൽ നമ്മൾ ആദ്യമേ വന്നോണ്ടല്ലോ. ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെയായിരുന്നു. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോള് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. കാണണം എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ വരണം. അപ്പോഴാണ് നമുക്ക് ഈ ഫോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഫുള്ള് കാണാൻ പറ്റും. ഇതേടാ അങ്ങോട്ട് മാറി അത് കേട്ടോ, ദൂരെ അവിടെ വേറൊരു ഫോളും കൂടി ഉണ്ട് കേട്ടോ. ഒരു 25 കൊല്ലം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ രണ്ടാമത്തെ വരവാണ്. കണ്ണിന് ഇത്ര നയനമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എവിടെ ചെന്ന് കാണാൻ പറ്റും. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഫോളാണ്. ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോളിൻ്റെ താഴേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റും. നിരവധി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ പോയി അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാം. ഇന്നത് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കാരണം അങ്ങോട്ട് താഴേക്ക് പോകാൻ പറ്റിയില്ല. ഏതൊക്കെയാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ദൃശ്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മംഗലാപുരത്തിന് യാത്രയായി. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നതോടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.